മൈസൂരിൽ കാണേണ്ട മുഴുവൻ കാഴ്ചകളും നമുക്ക് ഒരു മിനിറ്റിൽ കാണാം. ആദ്യമായിട്ട് പോകേണ്ടത് മൈസൂർ പാലസിലേക്കാണ്. താജ്മഹൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് മൈസൂർ പാലസ്. അതിനുശേഷം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സൂവായ മൈസൂർ സൂ കാണാം. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളികളിലൊന്നായ സെൻറ്റ് ഫിലോമിനാസ് ചർച്ച് കാണാം. അവിടെ നിന്ന് നേരെ ഇറങ്ങി ഇന്ത്യയിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമായ ലോകരഞ്ജൻ അക്വാ വേൾഡ് കാണാം. അവിടെ നിന്ന് നേരെ ഇറങ്ങി ടിപ്പു സുൽത്താൻ്റെ കുടുംബാംഗങ്ങളും കബറടങ്ങിയിരിക്കുന്ന ഗുംബസ് കാണാം. അവിടുന്ന് നമ്മൾ ടിപ്പു സുൽത്താൻ്റെ പാലസ് കാണാം. പാലസ് കണ്ടതിന് ശേഷം ടിപ്പു സുൽത്താൻ വെടിയേറ്റ് മരിച്ച സ്ഥലം കാണാം. അതിനുശേഷം ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരെ ശിക്ഷിച്ചിരുന്ന വാട്ടർ ജയിൽ കാണാം. അവിടുന്ന് നമ്മൾ വൈകുന്നേരം ചാമുണ്ഡി ഹിൽസിലേക്ക് പോയി ചാമുണ്ടേശ്വരി ക്ഷേത്രവും അവിടെ നിന്നുള്ള രാത്രിയുള്ള മൈസൂരിൻ്റെ കാഴ്ചകളുമൊക്കെ കാണാം. അവിടുന്ന് തിരികെ വന്ന് രാത്രിയിൽ ഒരു കുതിരസവാരിയൊക്കെ നടത്തി മൈസൂർ കൊട്ടാരത്തിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ തത്തകളുടെ പറുദീസയായ ശുഗവനയും അതുപോലെ വൃന്ദാവൻ ഗാർഡനും ഒക്കെ കണ്ടിട്ട് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സും ഒക്കെ ട്രൈ ചെയ്ത് മൈസൂരിൻ്റെ തനത് വിഭവങ്ങളായ ബിസിബെലെ ബാത്തും ചൗചൗ ബാത്തും ഒക്കെ കഴിച്ച് താമസിക്കാൻ കഴിയുന്ന മലയാളിയുടെ ലൂസിയ ഇൻ്റർനാഷണൽ ഹോട്ടലിലോ അവരുടെ തന്നെ കാൾവർട്ട് ഹോം സ്റ്റേയിലോ താമസിച്ചുകൊണ്ട് നമ്മുടെ മൈസൂർ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം.